ഹായ്, ഞാൻ ഫൗസിയ മുസ്തഫ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. ഞാനിത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഫിറയുടെ ലോങ് ലാസ്റ്റ് വൈറ്റ് ബസ്മതി റൈസാണ്. നല്ല ഫ്ലേവറും നല്ല സ്മെല്ലും ഉള്ള ഒരു റൈസാണിത്. ഇതാണ് ഞാൻ ഇതിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫിറയുടെ ബസ്മതി റൈസ് നമ്മളിവിടെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചധികം ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ട്രഡീഷണൽ ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഗോൾഡൻ കളറായി ഫ്രൈ ചെയ്തെടുത്ത സവാള ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ ഈ ചിക്കനിലേക്ക് നേരത്തെ തന്നെ മസാലയെല്ലാം പുരട്ടി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സവാള ഈ ഒരു കളറായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഇടേണ്ട ആവശ്യമില്ല. നമുക്കിത് കോരി മാറ്റാം. പിന്നെ ഈ എണ്ണയുടെ ചൂടിൽ കിടന്നത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. സവാള വറുത്ത് കോരിയ അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കാഷ്യൂ നട്ട്സ് കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ കളറിനായിട്ട് ചേർക്കുന്നത് സാഫ്രോൺ ആണ്. സാഫ്രോൺ കുതിരാൻ വേണ്ടി നമുക്ക് കുറച്ച് ചൂട് പാല് എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാഫ്രോൺ കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ചെറിയ ഏലക്ക, വലിയ ഏലക്ക, പിന്നെ കുരുമുളകും സാജീരവുമാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തിളക്കാനായിട്ട് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിരാൻ വെച്ച നമ്മുടെ ഫിറയുടെ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു 3/4 വേവ് വരെ നമുക്ക് വെന്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഫിറയുടെ റൈസ് നല്ല വലിയ ലോങ് ആയിട്ടുള്ള റൈസാണെന്ന് കണ്ടില്ലേ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇത് നമുക്കിനി ഈ വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റി മാറ്റാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ സവാള ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. സവാള നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവാളയാണ്. അത് ഒന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് ഈ മസാല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് നമുക്കൊരു 2-2.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. പുതിനയില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയുടെ എണ്ണയുണ്ടല്ലോ, അതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ മസാല. ഇനി ഇത് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കാം. വെറൈറ്റി ബിരിയാണീസ് ഇവിടെ എന്താണ്? ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്.
ഇതിൻ്റെ സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ മാമിന്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ മസാലക്കൂട്ടും ആ ഓയിലും കൂടെ ഓയിലും ഒക്കെ കൂടി ഒഴിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ അരിയുടെ കാര്യം പറയേ വേണ്ട കേട്ടോ. നല്ല അടിപൊളി, നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല ലോങ് ആയിട്ടുള്ള അടിപൊളി റൈസാണ്. നല്ല സ്മെല്ലും ഒക്കെ മനസ്സിലായി എന്താ മണം. അതുപോലെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ നീളത്തിൽ തന്നെ കാണാനൊരു അതെ, അങ്ങനെയാണല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ബസ്മതി റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ നീളമുള്ള ഒരു റൈസ് അത് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. ഹൈദരാബാദി മസാലയുടെ മണം വരുന്നുണ്ട്. ഒരു ഫുൾ കോഴി എടുത്തോ? എങ്ങനെയാ? ഒരു കിലോ നമ്മള് സവാളയൊക്കെ വറുത്ത് പൊടിച്ചൊക്കെ പീസ് റൈസ് എത്ര എടുത്തു? അപ്പൊ റൈസ് ഇതിന്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ 1 കിലോയുടെ 1/4 ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിന്റെ അടച്ചിട്ട് ഒരു വിസിലടിക്കുന്നവരൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഇത് പാത്രത്തിലാണ് സാധാരണ തയ്യാറാക്കി എടുക്കുന്നത്, കുക്കറിലല്ല. നമ്മൾ വളരെ ടൈം എടുത്ത് ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ പിടിച്ച് നല്ല ഗ്രേവി പരുവായി കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾക്ക് വേവിച്ചെടുക്കേണ്ടത്. നമുക്കിവിടെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് കുക്കറിൽ വേവിച്ചെടുത്തത്. അങ്ങനെ നമ്മൾ കുക്കറിലല്ലാതെ വേവിച്ചെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുക്കറിലല്ലാതെ ഒരു പാത്രത്തിൽ തന്നെ ഇത് വേവിച്ചെടുക്കാൻ ശ്രമിക്കുക. നമുക്കിനി നമ്മുടെ ബിരിയാണി ഒന്ന് ദമ്മിട്ടാലോ? ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നല്ല മിൽമയുടെ നെയ്യാണ് കേട്ടോ ഞാനിതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റിവെച്ച് നമ്മുടെ ഫിറയുടെ റൈസ് നിങ്ങളെല്ലാവരും കണ്ടല്ലോ, നല്ല നീളത്തിൽ നല്ല അടിപൊളിയായിട്ടാണ് വെന്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ നെയ്യുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സ് കിസ്മിസ് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ സ്പെഷ്യൽ കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ സാഫ്രോണാണ് ഇതിലേക്ക് കുതിർത്ത് വെച്ചത് നമ്മളിതിലേക്ക് കളറിന് പകരമായിട്ട് ചേർക്കുന്നത്. അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. തിളച്ച പാലിൽ നമ്മൾ സാഫ്രോൺ കുതിർത്ത് വെച്ചതായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. ഒരല്പം നമ്മുടെ ഹൈദരാബാദി മസാല നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തില്ലേ, ആ ഒരു മസാല ഒരല്പം ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്കൊക്കെ ഒരു സൈഡായിട്ട് ഒരു കച്ചമ്പർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറില്ലേ, അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു സാലഡാണിത്. റൈത്തയാണ്. ഇതിൻ്റെ പോംഗ്രാനൈറ്റ്, പൈനാപ്പിൾ, കുക്കമ്പർ, സവാള, മല്ലിയില, പച്ചമുളക് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ല തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ മറ്റൊരു ഹൈദരാബാദ് നമ്മൾ ദമ്മിങ് പ്രോസസ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതൊന്ന് വിസിൽ പോയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഹാഫ് ദമ്മാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ തീർക്കണം. അതെ, അല്ലെങ്കിൽ നമ്മളതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രഷർ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അല്ലേ, ലാസ്റ്റ് മിനിറ്റ് കിടന്ന് ഓടുന്നത്. നമ്മൾ ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി ചോറുകൂടി നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നിരത്തി കൊടുക്കാം. ഇതിൻ്റെ മേളിലായിട്ട് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ സാഫ്രോൺ നെയ്യിട്ട് കൊടുക്കാം, മല്ലിയില ചേർത്ത് കൊടുക്കാം, കാഷ്യൂ നട്ട്സും ക്രിസ്മസും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ദം ചെയ്തെടുക്കാം. ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹൈദരാബാദി ദം ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്.